ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ 29 ഞായർ, സ്ലീഹാകാലം 4-ാം ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. ഒന്നാം വായന നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ബ്ലസ് 364-ലെ ഈ വചന വിചിന്തനം നമുക്ക് വളരെ വേഗം നടത്താം. പറയാനുള്ളത് വേഗമെന്ന് പറഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്ന ശൈലിയിൽ. കാരണം ടു ദ പോയിന്റ് ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇന്നത്തെ ആശയം. അതിനെങ്ങനെയാണെന്നറിയാമോ ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്? എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ഡിഫറൻസ്? ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഇടപെടുമ്പോൾ, യൂത്തിനിടെ ഇടപെടുമ്പോൾ പലരും ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് ജസ്റ്റ് അനദർ റിലീജിയൻ. ഇവിടെ പല മതങ്ങളുണ്ട്, അതിലൊന്നാണ് ക്രിസ്തീയത. എല്ലാ മതങ്ങളും കുറച്ച് പുണ്യമൊക്കെ പഠിപ്പിക്കും, അതുപോലെ ക്രിസ്തീയതയും കുറച്ച് പുണ്യമൊക്കെ പഠിപ്പിക്കുന്നു. ഇവിടെ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ല, വളരെ റാഡിക്കലായിട്ട് എങ്ങനെയാണ് ക്രിസ്തീയത മറ്റെല്ലാ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതെന്നുള്ളതിൻ്റെ 8 കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണാൻ പറ്റും. ഒട്ടും എളുപ്പമല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ദാറ്റ്സ് വൈ വി കോൾ ക്രിസ്ത്യാനിറ്റി ആസ് ഇമ്പോസിബിൾ. ദൈവകൃപ കൂടാതെ ജീവിക്കാൻ പറ്റുന്നൊരു ജീവിതമല്ല ക്രിസ്തീയത എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ആ ലൂക്കായുടെ സുവിശേഷം, ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 27 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 8 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. ക്രിസ്ത്യാനി ചെയ്യേണ്ട 8 കാര്യങ്ങൾ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ 1. 2, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യൂ. എളുപ്പമല്ല ഈ പറയുന്നതൊന്നും, പദ്യം പോലെ വായിക്കാമെന്നേ ഉള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കണം. 2, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം. 3, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. 4, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5, ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിക്കണം. 6, മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കണം. 7, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കണം. 8, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. എങ്ങനെ ഇത് ജീവിക്കും? ഇത് ജീവിക്കേണ്ട ആവശ്യം ഈശോ പിന്നീട് ചോദിക്കുന്നത്, ഇതൊന്നും ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തു മേന്മയാണ് നിനക്കുള്ളത്? എന്താണ് വ്യത്യാസം? മറ്റെല്ലാവരും അത്യാവശ്യം സഹോദര സ്നേഹമൊക്കെ ഉണ്ട്, തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട്, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നവർക്ക് പിന്നീട് അവർ തിരിച്ചു കൊടുക്കാറുണ്ട്, തങ്ങളെ ഒരു ചടങ്ങിന് വിളിക്കുന്നവർക്ക് അവരുടെ ഒരു ചടങ്ങ് വരുമ്പോൾ അവരെ വിളിക്കുന്നു. തുല്യർ തമ്മിലുള്ള ഇടപെടൽ പോലെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ തന്നെ ഒരു ശൈലി. ആകപ്പാടൊരു വ്യത്യാസം, അവര് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മോസ്കിൽ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ? അതോ വേഷവിധാനങ്ങളിൽ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ? ഭക്ഷണ ശൈലികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ? അതിനപ്പുറത്ത് എന്തു മേന്മ? ആ മേന്മയുടെ ഉത്തരമാണ് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ. ക്രിസ്ത്യാനിയുടെ മേന്മ ഈ 8 കാര്യങ്ങളാണ്. അപ്പോൾ ചോദിക്കും, ഈ മേന്മ ഞാൻ എന്തുകൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ഉത്തരമാണ് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. 35-ാമത്തെ വാക്യം, ഇതെല്ലാം നീ ചെയ്തു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അതാണ് കൊറിന്തോസർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 19-27 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നത്, നിത്യമായ കിരീടത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു. എൻ്റെ അധ്വാനമൊക്കെയും ഇവിടെ കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല, അനശ്വരമായ ഒന്നിനു വേണ്ടി, നിത്യമായ കിരീടത്തിന് വേണ്ടി, ഇറ്റേണൽ ക്രൗണിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു. അതാണ് ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ വൈരുദ്ധ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതശൈലി ജീവിക്കേണ്ടത്. ഇതിനപ്പുറത്തൊരു കിരീടം ഓർത്തിട്ടാണ്, പ്രതിഫലം കർത്താവ് തരുമെന്ന് വിശ്വസിച്ചിട്ടാണ്. അടുത്തത്, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പിതാവിൻ്റെ സ്വഭാവം കാണിക്കുന്നത്. കാരണം കർത്താവ് അങ്ങനെയാണ്. ഈ പറഞ്ഞ 8 കാര്യങ്ങളും പിതാവിൻ്റെ സ്വഭാവമാണ്. ഇത് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പുത്രത്വം അവകാശം മാത്രമല്ല ജീവിത ശൈലിയാക്കും. പിതാവിൻ്റെ സ്വഭാവം നമ്മൾ കാണിച്ചു തുടങ്ങും. നമ്മൾ ഈ ചിന്തിച്ചു വന്ന ആ സ്ട്രീം ഒന്ന് മനസ്സിലാക്കി വെച്ചേ. അതായത് ചോദ്യം, വാട്ട് മേക്സ് ക്രിസ്ത്യാനിറ്റി ഡിഫറെൻറ്റ്? എന്താണ് ക്രിസ്തീയതയുടെ വ്യത്യാസം? നമുക്ക് പഠനങ്ങളുണ്ട്, ആരാധനാ രീതികളുണ്ട്, കർമാനുഷ്ഠാനങ്ങളുണ്ട്, ഒക്കെയുണ്ട്.
പക്ഷെ അപ്പോഴും വ്യത്യസ്തമാക്കുന്ന 8 കാര്യങ്ങൾ, അതാണ് നമ്മളിവിടെ കണ്ടത്. ആ 8 കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ പാലിക്കണം? 2 ചിന്ത. 1, എനിക്കൊരു നിത്യമായ പ്രതിഫലം കാത്തിരിപ്പുണ്ട്. 2, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ പുത്രനായി, മകനായി, മകളായി മാറും. പിതാവിൻ്റെ സ്വഭാവം അതാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. 36-ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കരുണ ക്രിസ്ത്യാനിയുടെ മുഖമാണ്. കരുണ ക്രിസ്ത്യാനിയുടെ മുഖമാണ്. ആ വിചാരത്തോടെ നമുക്കിത് ജീവിക്കാൻ ശ്രമിക്കാം. 1-ാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നീതിയോടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയുന്നുണ്ട്. നീതി പുതിയ നിയമം എത്തുമ്പോൾ കരുണയായി വളരുകയാണ്. നിയമാവർത്തനത്തിലെ നീതി പുതിയ നിയമം എത്തുമ്പോൾ കരുണയായി വളരുന്ന കാഴ്ചയാണത്. ഇത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നമ്മളെ നോക്കിയും കർത്താവ് പറയും, നിങ്ങളുടെ ബലികൾ സ്വീകാര്യമല്ല, ഞാൻ മടുത്തു, മതിയാക്ക ഇത് എന്ന് കർത്താവ് പറയും. കാരണം നിങ്ങൾക്കിടയിൽ രമ്യതയില്ല, അനുരഞ്ജനം നടന്നിട്ടില്ല, കരുണ നിങ്ങൾ ജീവിക്കുന്നില്ല. അത് ജീവിക്കാതെ നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ ഞാൻ സ്വീകാര്യനാകില്ലെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞ വാക്കുകൾ കർത്താവ് ഇന്നും ആവർത്തിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തീയതയുടെ വ്യതിരക്തത ജീവിക്കുന്ന ക്രിസ്ത്യാനികളായി നമുക്ക് മാറണ്ടേ? നമുക്കതാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ഈ 4 വായനകളിലൂടെ വേഗം യാത്ര ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടു ദ പോയിന്റ് നമുക്കുള്ള പ്രബോധനം കിടക്കുകയാണ് ഇന്ന് സുവിശേഷത്തിലും വചനഭാഗങ്ങളിലുമൊക്കെ ആയിട്ട്. അതിനെ എളിമയോടെ സ്വീകരിക്കാൻ കർത്താവേ, ഈ 8 കാര്യങ്ങൾ, ക്രിസ്ത്യാനിയെ വ്യത്യസ്തനാക്കുന്ന 8 കാര്യങ്ങൾ കുറച്ചളവിലെങ്കിലും നേരിയ അളവിലെങ്കിലുമൊക്കെ ജീവിതത്തിലൊന്ന് ജീവിച്ചു തുടങ്ങാൻ നിന്റെ റൂഹാദ കുദിശയെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.